സ്റ്റാലിൻ്റെ അവിടെ പണി ചെയ്യുന്ന ആൾ വന്നിട്ട് പറയുന്നുണ്ട് ഗോവർദ്ധൻ്റെ അടുത്ത്, നിങ്ങളുടെ കൂടെ വന്ന ആൾ വരാൻ നേരം വൈകും, ഒരുപാട് സംസാരിക്കാനുണ്ടെന്നാണ് പറയുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ പാചകം ചെയ്യുന്ന വേലക്കാരൻ വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ കൂടെ വന്ന ആൾ എന്തോ പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു, സാബ് നല്ല കലിപ്പിലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഗോവർദ്ധൻ പറയുന്നുണ്ട്, എന്നാൽ ഞാൻ പോയി കാറിൽ പോയി കുറച്ച് നേരം കിടന്നുറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഭാര്യയെ വിളിച്ച് സംസാരിച്ചിട്ട് അങ്ങനെ പോയി കാറിൽ പോയി കിടക്കുന്നുണ്ട്. അപ്പോഴേക്കും ബാലചന്ദ്രൻ വരുന്നുണ്ട്. ബാലചന്ദ്രൻ വന്നിട്ട് ഗോവർദ്ധനെ വിളിച്ചിട്ട് പോവുക, നമുക്ക് കഴിഞ്ഞു, ഇവിടെ വന്ന കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, ഞാൻ കാറിൽ പോകുമ്പോൾ കാര്യങ്ങളൊക്കെ ഡീറ്റെയിലായി പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവർ കാറിൽ കയറി പോവുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട്, ബാലേട്ടൻ്റെ ആരുമല്ല അലീന, എന്നിട്ടും എന്തിനാ ഇങ്ങനെ കിടന്ന് ഓടുന്നത്, എന്താ കാര്യം, ഞാൻ ഇതുവരെ ബാലേട്ടൻ്റെ അടുത്ത് ഒരു കാര്യം ഞാൻ ചോദിച്ചിട്ടില്ല, പറഞ്ഞതെല്ലാം അനുസരിച്ചിട്ടേ ഉള്ളൂ, എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അലീനയും കൃഷ്ണയും കൂടെ ബാലചന്ദ്രനെ വിളിക്കുന്നുണ്ട്, ഇന്ന് വരുന്നുണ്ടോ വീട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ട്, ഇവിടെ വന്നിട്ടില്ലേ ഫുഡ് കഴിക്കുള്ളൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇല്ല, ഞങ്ങൾ ഇന്ന് വരുന്നില്ല, ഗോവർദ്ധന് നല്ല ക്ഷീണമുണ്ട്, അതുകൊണ്ട് ഇവിടെ റൂം എടുത്തിട്ട് സ്റ്റേ ചെയ്തിട്ട് നാളെ വരാം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അങ്ങനെ റൂം എത്തിയതും ഗോവർദ്ധൻ്റെ അടുത്ത് ബാലചന്ദ്രൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അലീന സ്റ്റാലിൻ്റെ മകളാണ്, നമ്മളിപ്പോൾ പോയില്ലേ ഒരു വീട്ടിലേക്ക്, അയാളുടെ മകളാണ് അലീന എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീനയ്ക്ക് അറിയുമോ, ഏതാണ് അലീനയുടെ അച്ഛനെന്ന് അറിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇല്ല, അറിയില്ല, പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അമ്മ ആരാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗംഗേട്ടൻ ആഗ്രയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വൈജയന് അവിടെ പോയിട്ട് തുണയ്ക്ക് താമസിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ഫാമിലിയുടെ കൂടെ. അപ്പോൾ വരുമ്പോൾ ഒരു കുട്ടിയെയും കൊണ്ടാണ് വന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തിനാ സ്റ്റാലിൻ്റെ കുട്ടിയെ വൈജയന്തി ചേച്ചി കൊണ്ടുവന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, കുട്ടിയെ കൊണ്ടുവന്നത് കയ്യിലല്ല, അപ്പോൾ പുറത്തേക്ക് വന്നിട്ടില്ല കുട്ടി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിനക്ക് ഈ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ലേ എന്ന് ചോദിക്കുന്നു. ഇനിയും ഞാൻ നിനക്ക് പറഞ്ഞു തരണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വൈജയന്തി ചേച്ചിയുടെ മകളാണോ അലീന എന്ന് ചോദിക്കുന്നുണ്ട് ഗോവർദ്ധൻ. അപ്പോൾ അതെ എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ സങ്കടത്തോടെ പറയുന്നുണ്ട്. ചേച്ചിക്കറിയോ അലീന ചേച്ചിയുടെ മകളാണ് എന്നുള്ളത്, അലീനയ്ക്കറിയോ അമ്മയാണെന്നുള്ളത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീനയ്ക്കറിയാം അമ്മയാണ് എന്നുള്ളത്, പക്ഷേ വൈജയന്തിക്ക് അറിയില്ല. അറിയണമെങ്കിൽ ഇങ്ങനെയൊന്നും പെരുമാറില്ലല്ലോ, അവള് ഏറ്റവും വലിയ ശത്രു അല്ലേ അലീന. ഇതെല്ലാം ഗോവർദ്ധനോട് പറഞ്ഞു കഴിഞ്ഞിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഈ പറഞ്ഞതൊന്നും നീ വിശ്വസിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് സങ്കടത്തോടെ പോകുന്നുണ്ട്. ഇതെല്ലാം കേട്ട് കോരിത്തരിച്ച് ഗോവർദ്ധൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, എന്ത് പറയണം ബാലേട്ടൻ്റെ അടുത്ത് എന്നറിയാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.